ചേർത്തലയിലെ വ്യാപാരികളുടെ നേതൃത്വത്തിലുള്ള ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ചേർത്തല വ്യാപാരി ഭവനിൽ നടന്ന ഇഫ്താർ സംഗമം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ എം പി അഡ്വക്കേറ്റ് എം ആരിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചേർത്തലയിലെ വ്യാപാരികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. 25ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ചേർത്തല SS കലാമത്തറിന് സമീപത്തുള്ള വ്യാപാരി ഭവനിൽ നടന്ന ഇഫ്താർ സംഗമം ചേർത്തല MLA കൂടിയായ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ MP അഡ്വക്കേറ്റ് എം ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി. അർജുന യാതൊരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമ കർമ്മം ആരംഭിക്കുന്നുവോ അവൻ ശ്രേഷ്ഠനാകുന്നു. അതുപോലെ വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം, കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും വിളിച്ചറിയുന്നവനല്ല സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുക, സ്വർഗസ്ഥനായ പിതാവിന്റെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല, വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ നോമ്പനുഷ്ഠിക്കുന്നത് അവനവന്റെ കാര്യമാണ്. പക്ഷേ സഹജീവികളുടെ സഹാനുഭൂതി കൃത്യം അളവനുസരിച്ച് എത്ര രൂപയുണ്ടോ അക്കൗണ്ടിൽ, എത്ര രൂപയുണ്ടോ സമ്പാദ്യത്തിൽ 60,000 രൂപയുണ്ടെങ്കിൽ 8% കൊടുത്തേ പറ്റും. അപ്പോഴാണ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുത്തുള്ളൂ. സഹജീവികളുള്ള സഹാനുഭൂതി നിർവഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിഗണന കിട്ടുന്നത്. ബാക്കി നോമ്പൊക്കെ അവനവന്റെ ശരീരത്തിനും മനസ്സിനും വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, സഹജീവികളോട് കടപ്പെട്ടിരിക്കുന്നു, പാവപ്പെട്ടവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വ്രതാനുഷ്ഠാനം എന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് വ്രതാനുഷ്ഠാനം പൂർണ്ണമായത്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, G അരുൺ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നിസരി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തൈക്കൽ സത്താർ സ്വാഗതം പറഞ്ഞു. KV സാബുലാൽ, ആചാര്യ വിശാഖൻ തിരുനാൾ, ഫാദർ ജോസഫ് തെക്കേടത്ത്, ആബിദ് ഹുസൈൻ മിസ്ബാഹി തൃശൂർ, G ഫൈസൽ, മുഹമ്മദ് നിയാസ് ഹസനി, പ്രേംജി പൈ തുടങ്ങിയവർ സംസാരിച്ചു. VY അൻസാരി നന്ദി പറഞ്ഞു.